കേരള വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുതാൽപര്യ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സർവകലാശാല അധികൃതർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ആദിവാസികൾക്കായി നീക്കിവെച്ച നിക്ഷിപ്ത വനഭൂമിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണം എന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ ക്രോസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ സ്റ്റോപ്പ് മെമ്മോയിൽ തൽസ്ഥിതി തുടരാനും കോടതി നിർദ്ദേശിച്ചു. വെറ്ററിനറി സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നാണ് ഗ്രീൻ ക്രോസ് പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി മാത്രം വിട്ടു നൽകിയ നിക്ഷിപ്ത വനഭൂമിയിൽ കേന്ദ്രാനുമതിയില്ലാതെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വെറ്ററിനറി സർവകലാശാലയും ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ സ്റ്റോപ്പ് മെമ്മോയിൽ തൽസ്ഥിതി തുടരാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വയനാട് ലക്കിടിയിലെ 100 ഏക്കർ ഭൂമിയാണ് വെറ്ററിനറി സർവകലാശാലയുടെ കൈവശമുള്ളത്. ആദിവാസികളെ പുനരധിവസിപ്പിക്കാനായി മാറ്റിവെച്ച നിക്ഷിപ്ത വനഭൂമിയാണ് സംസ്ഥാന സർക്കാർ സർവകലാശാലയ്ക്ക് നൽകിയത്. ഈ ഭൂമിയിൽ 100 കോടി രൂപ ചെലവിൽ വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കമാണ് വിവാദമായത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കുന്നുകളും പുൽമേടുകളും ഇടിച്ചു നിരത്തിയായിരുന്നു നിർമ്മാണം. 2 ആഴ്ച മുൻപാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. കമൽ, റിപ്പോർട്ടർ, വയനാട്.